ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫുട്ബോൾ ടൺസ്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ടില്ല. എൻ്റെ പേര് അസ്ല എന്നാണ്. ഞാനിവിടെ 12th കഴിഞ്ഞിപ്പം കോളേജിൽ ചേരാൻ നിൽക്കുക. ഇവിടെ UAE ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഒരു പൊളി ഫുട്ബോൾ വീഡിയോ കണ്ടൻസ് ഒക്കെ ഉള്ളൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച്. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ഡിഫൈൻസിന് പല വേരിയേഷൻസ് ഉണ്ടെന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വേരിയേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്കില്ല് അല്ലെങ്കിൽ വേരിയേഷൻ ഷോൾഡർ ഡ്രോപ്പ് വിത്ത് എലാസ്റ്റിക്കോ. ഈ എലാസ്റ്റിക്കോ പറഞ്ഞ സംഭവം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഷോൾഡർ ഡ്രോപ്പ് എല്ലാവരും ചെയ്ത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ഡിഫൻഡർ വരുമ്പം ഷോൾഡർ ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചു കൊടുത്തോളൂ, അത്യാവശ്യം ഒരു ആവറേജ് ഡിഫൻഡർ ആണെങ്കിൽ അവരെ മറികടക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രോ ഡിഫൻഡർ ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അവർക്ക് മനസ്സിലാവും ഇത് ഷോൾഡർ ഡ്രോപ്പ് ആണെങ്കിൽ പറ്റിക്കാൻ നിൽക്കുകയെന്ന്. അപ്പം അവർ മിക്കവാറും അവിടെ തന്നെ നിൽക്കും. അപ്പൊ അതിന് ചെയ്യാനുള്ളൊരു വഴി, നമ്മൾ ഷോൾഡർ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ എലാസ്റ്റിക്കോ ചെയ്താൽ അവരുടെ മിക്കവാറും മറികടക്കാൻ പറ്റും. കാരണം അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന്. ഒന്നു നനയാ ഷോൾഡർ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് അപ്പം തന്നെ എലാസ്റ്റിക്കും ചെയ്യുക, ഇൻസൈഡ് എലാസ്റ്റിക്കോ. അപ്പം സുഖമായിട്ട് അവർ മറികടക്കാൻ പറ്റും. അപ്പോൾ സ്കിൽ നമ്പർ ടു ഫേക്ക് ടു ഷൂട്ട്. ഫേക്ക് ടു ഷൂട്ട് പറയണ പോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യണ പോലെ ഫേക്ക് ചെയ്യും, എന്നിട്ട് വേറെ സൈഡിലോട്ട് പോകും. ഇത് നമ്മൾ കോർണർ ലൈൻസ് അല്ലെങ്കിൽ ഗോൾ ലൈൻസിൻ്റെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പേരും ക്രോസ് ചെയ്യാനേ നോക്കുള്ളൂ. ഇത് നമുക്കും അറിയാം അവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഡിഫൻഡേഴ്സ് എന്താ ചെയ്യുക, അവർ മോസ്റ്റ് ഓഫ് ദി ടൈം അത് ഡിഫെൻഡ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പം അവരുടെ റിഫ്ലെക്സിൽ അവർ മുഖം കവർ ചെയ്യും, അല്ലെങ്കിൽ പിന്നിലോട്ട് തിരിയും. അതൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരിത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക, കുറച്ച് പവറിൽ ഷൂട്ട് ചെയ്യണ പോലെ ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇത് ചെയ്യും. ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഡയറക്ഷനിലോട്ട് മാറിയിട്ട് അവരെ ഡ്രിബിൾ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സ്കിൽ നമ്പർ 3. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടില്ല. വേണമെങ്കിൽ നമുക്ക് റൺ ഫോർവേഡ് ആൻഡ് ലീവ് ബിഹൈൻഡ് എന്ന് വിളിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ബോൾ ഇപ്പം ഫ്രണ്ടിൽ നിന്ന് റിസീവ് ചെയ്യാണ്. ഈ റിസീവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രണ്ടിലോട്ട് ഓടിയിട്ട്, അപ്പം ഡിഫൻഡേഴ്സ് നമ്മളെ പിന്നിലാണെങ്കിൽ അവർ ബോൾ ഡിഫെൻഡ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ അവർ നമ്മളെ ഒപ്പം ഓടും. അപ്പോൾ ഈ ഓടുന്ന ടൈമിൽ നമ്മൾ ബോൾ എന്ത് ചെയ്യണം, ലീവ് ചെയ്തിട്ട് പിന്നെ പിന്നിലോട്ട് തന്നെ വരിക. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ ലീവ് ചെയ്തിട്ട് നമ്മൾ പിന്നിലോട്ട് വന്നാൽ നമുക്ക് ബോൾ എടുക്കാനും പറ്റും, ബോൾ ടച്ച് ചെയ്തിട്ടും കൂടി ഇല്ല, പക്ഷെ അവരെ മറികടക്കാനും പറ്റും. അത്രയും ഈസി ആയിട്ടുള്ളൊരു സ്കില്ലാണ്. പക്ഷെ ഇത് ആവശ്യമുള്ളടത്ത് ഉപയോഗിക്കണം. കാരണം ഡിഫൻഡേഴ്സ് എവിടെയെന്ന് നമുക്കൊരു ഐഡിയ വേണം. അല്ലാതെ ബോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഡിഫൻഡേഴ്സ് വന്നിട്ട് നമ്മൾ വെറുതെ ലീവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തല്ല വരണ്ട. കറക്റ്റ് ഏത് പൊസിഷനിലാണ് ഡിഫൻഡർ നിൽക്കണേ നോക്കണം. നമ്മളെ പിന്നിലെ അല്ലെങ്കിൽ നമ്മളൊരു സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ശശിയേതും ചെയ്യാം. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു.